ഓക്കെ, ഞാൻ കൈലാസ് സാറിലേക്ക് പോയിട്ട് മറ്റുള്ള അതിഥികളിലേക്ക് വരാം. കൈലാസ് സാർ 8 മണി വരെ ചർച്ചയിലുള്ളൂ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൈലാസ് സാറേ, നമ്മുടെ ഈ മോഹൻകുമാർ സാർ സൂചിപ്പിച്ച കാര്യങ്ങൾ കേട്ട് കാണാം. അതിൽ കൃത്യമായിട്ട് വേണ്ടത് ഈ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ആര് പരിഹരിക്കപ്പെടുമെന്ന് ഒരു ചോദ്യമുണ്ട്. അതെങ്ങനെ പരിഹരിക്കപ്പെടും? അല്ല, അതിനകത്ത് നഷ്ടമെന്ന് പറയുന്ന നമ്മൾ നികുതിയുടെ കണക്കുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമുണ്ടാകും. അത് SBI റിസർച്ചിൻ്റെ കണക്കിലാണെങ്കിലും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കിലാണെങ്കിലൊക്കെ നഷ്ടം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മറുഭാഗത്ത് ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ വരുന്നത്. കാരണം ഒരു 0.2% നമുക്കൊരു നഷ്ടമുണ്ടാകുന്നെങ്കിൽ ഒരു 0.6% വരെ നമ്മളെ കൺസംഷൻ വർദ്ധിക്കുമെന്നുള്ള കണക്കൂട്ടലാണ് ഉള്ളത്. ഈ കൺസംഷൻ വർദ്ധിക്കുന്ന സമയത്ത് സ്വാഭാവികമായും, കാരണം നമ്മളൊരു കണക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ കണക്കുകൾ കൂട്ടുന്നത്. മറ്റേത് നമുക്ക് കൺസംഷൻ വർദ്ധിക്കുന്നുള്ളതിനെക്കുറിച്ച് അത് നമ്മുടെ ഒരു പ്രൊജക്ഷനാണ്, അത് തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായ കണക്കുകൾ വരാത്തതുകൊണ്ടാണ്. കാരണം അത് വരാൻ പോകുന്നൊരു വസ്തുതയല്ലേ. അപ്പം കൺസംഷൻ കൂടുന്നത് വളരെ വ്യക്തമാണ്. അത് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നതാണ്. ഒരു 0.6% വരെ GDPയുടെ വർദ്ധിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ചില ഏജൻസികൾ പറയുന്നത് ഏതാണ്ട് ടോട്ടൽ ഇന്ത്യക്ക് മൊത്തം ഏതാണ്ട് 3000 കോടി രൂപയുടെ മാത്രം കുറവ് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു വാദമുഖങ്ങൾ പലരും ഉയർത്തിയ വാദമുഖങ്ങളാണ്. അത് രണ്ട് രീതിയിൽ വാദമുഖങ്ങൾ ഉയർത്താം. കാരണം ഒന്ന്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വാദമുഖങ്ങൾ ഉയർത്താം, മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ വാദമുഖങ്ങൾ ഉയർത്താം. പക്ഷേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വാദം ഉയർത്തുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ കൺസംഷൻ വർദ്ധിക്കുന്ന സമയത്ത് അതൊരു നമ്മുടെ സാമാന്യ നീതിയുടെ ഒരു ബാലപാഠമാണ്. കൺസംഷൻ കൂടുന്ന സമയത്ത് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അത് തികച്ചും ഒരു തെറ്റായ വാദമുഖം മാത്രമാണ്. കാരണം ഇത്തവണ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. കാരണം നികുതി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നികുതി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനല്ല, ഗവൺമെൻറ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നികുതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഒരു ജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം കിട്ടുന്ന കാര്യം ഞങ്ങളുടെ സർക്കാരിന് വരുമാനം കുറയും എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ കഴിയുന്നതല്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ടാക്സിൻ്റെ നമ്മൾ 10 വർഷം എടുത്ത് നോക്കിയാൽ മതി, ടാക്സ് വർദ്ധിക്കുന്നതിൻ്റെ നമുക്ക് കാണാൻ പറ്റും. കാരണം ടാക്സ് പരിധിയിൽ എത്ര പേര് വരുന്നു, എത്രത്തോളം നമുക്ക് ടാക്സ് ബോയൻസി, എത്രത്തോളം നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ കോംപ്ലയൻസ് എങ്ങനെയാണ്, ടാക്സ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കർശനമായി അത് പിരിച്ചെടുക്കുന്നത്, ടാക്സ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അക്കാര്യത്തിൽ വളരെ പിറകിലാണ്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് സാങ്കേതികമായ ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ലോട്ടറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്, കാരണം ലോട്ടറി എന്ന് പറയുന്നത് തന്നെ അതൊരു ആർഗ്യുമെൻ്റാണ്. കാരണം അതിന് തിരിച്ച് ആർഗ്യുമെൻ്റ് ഉണ്ട്. കാരണം ലോട്ടറിയുടെ പേരിൽ ഒരുപാട് ആളുകൾ നിത്യേന തൊഴിലെടുക്കുന്ന ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ, കാരണം വരാൻ പോകുന്ന ഒരു സമ്പത്തിന് വേണ്ടിക്കൊണ്ട് എത്രയോ കാശ് അവർ മുടക്കാണ്. ഇപ്പോൾ ഒരിക്കലും അറിയാലോ നമുക്ക് ഇതൊരു പ്രൊഡക്റ്റീവായില്ല. കാരണം ആളുകൾ തരുന്ന ടിക്കറ്റിൻ്റെ പൈസക്കകത്തു നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നതും ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നതും. വേറെ എവിടുന്നും പണം വരുന്നില്ല. അപ്പോൾ അതൊരു പ്രൊഡക്റ്റീവ് അല്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിക്കൊണ്ട് മാത്രം നമ്മളിങ്ങനെയൊരു വാദമുഖങ്ങൾ ഉയർത്തുന്നത് ശരിക്കും ഒരു നിരാശാജനകമാണ്. അല്ലെങ്കിൽ അതൊരു മുൻവിധിയോട് കൂടിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ചെറിയ തോതിൽ നമുക്ക് നികുതി കുറയുന്ന സമയത്ത് നികുതി വരുമാനം കുറയും എന്നുള്ളതൊരു സാമാന്യ യുക്തിക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ കൺസംഷൻ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സിൻ്റെ നമ്മുടെ നെറ്റ്വർക്ക് വർദ്ധിക്കുന്നുണ്ട്, സങ്കീർണത ഒഴിവാകുന്നുണ്ട്. അപ്പം ഈ തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും വന്നിരുന്നതാണ്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് 2017 മുമ്പ് നമുക്ക് എന്താ ഉണ്ടായിരുന്നത്, പല ടൈപ്പ് ടാക്സ് ആണ്. വാറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് വരെ ടാക്സ് ഉണ്ടായിരുന്നു, അല്ലേ? നമുക്ക് ഒരുപാട് ടാക്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ കേന്ദ്രം പിരിക്കുന്ന ടാക്സ് ഉണ്ടായിരുന്നു, സംസ്ഥാനം പിരിക്കുന്ന ടാക്സ് ഉണ്ടായിരുന്നു. നികുതിയുടെ ഇപ്പോൾ ഉദാഹരണത്തിന് അതേപോലെ തന്നെയാണ് ചെക്ക് പോസ്റ്റുകൾ. അപ്പോൾ ഇന്ത്യ രാജ്യത്തുനിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നൊരു ലോറി ഡൽഹിയിലെത്തണമെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും പിടിക്കും. കാരണം എന്താണ്, ഒരു 10 ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകണം. ഓരോ സംസ്ഥാനത്തിനും ഓരോ ചെക്ക് പോസ്റ്റായിരുന്നു. അത് മാറ്റി നമ്മളൊരു ഏകീകൃത നികുതി സമ്പ്രദായത്തിലേക്ക് വന്നു. അപ്പോഴും നമുക്കുണ്ട്, ഒറ്റയടിക്ക് നമുക്ക് നികുതിയാക്കാൻ പറ്റില്ല. കാരണം അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 15.5 നമ്മുടെ ആവറേജ്, അതായത് റവന്യൂ ന്യൂട്രാലിറ്റി വരണമെങ്കിൽ, നഷ്ടം വരാതിരിക്കണമെങ്കിൽ നമുക്ക് 15.5 നമുക്ക് നിശ്ചയിക്കേണ്ട നികുതി. പക്ഷേ നമുക്ക് എല്ലാ വസ്തുക്കൾക്കും 15 പോയിൻ്റ് നിശ്ചയിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. കാരണം 40% നികുതി ഉള്ള
വസ്തുക്കളുണ്ട് 3% ഉള്ളതുകൊണ്ട് അന്ന് അതുകൊണ്ട് 3% മുതൽ 8% വരെയുള്ള 5%-ലാക്കി, 9% മുതലുള്ളത് നമ്മൾ 12%-ലാക്കി, പിന്നെ ജനറലി ഉള്ളത് 18%-ആക്കി, കുറച്ച് ആഡംബര വസ്തുക്കൾക്ക് നമ്മൾ 28%-ആക്കി. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. അപ്പം അതൊരു വലിയൊരു കുതിച്ചു കയറ്റമായിരുന്നു. അപ്പോഴും പലരും പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ തകർന്നു പോകും എന്ന് പറഞ്ഞു. അന്നും അവിടെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നുണ്ടാക്കിയ സംവിധാനം എന്താണ്? 14% വളർച്ചാ നിരക്ക് കണക്കാക്കിക്കൊണ്ട് 5 വർഷത്തേക്ക്, കാരണം അതൊരു ലോങ് ടേം പ്രോസസ്സ് അല്ല, 5 വർഷത്തേക്ക് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ സ്വയം പര്യാപ്തമാവണം. പക്ഷേ പല സർക്കാരുകളും തീരുമാനിച്ചെന്താണ്? നികുതി കാര്യക്ഷമമായി പിരിച്ചില്ല. 14% വർധനവല്ലേ. അപ്പം നമ്മൾ 12 പിരിച്ചാലും 11 പിരിച്ചാലും നമുക്ക് 14-ൻ്റെ കോമ്പൻസേഷൻ നമുക്ക് കിട്ടും, 3 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു? ഇതിനകത്ത് കേരളത്തിൽ തന്നെ ഒരുപാട് നമുക്കത് വീഴ്ചകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കറക്റ്റായിട്ട് വാങ്ങുന്നതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പരാജയമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു നിഷേധാത്മകമായ നയം എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ലോകം മുഴുവൻ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഒരു നികുതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് നമുക്കത് പ്രായോഗികമല്ല. ഒരു നികുതി എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഇപ്പം നമ്മൾ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിലാണ് 4 നികുതി സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കോമൺ ആയിട്ടുള്ള ഏതാണ്ട് എല്ലാ നികുതിയും 5%-ലാണ്. പിന്നെ നമ്മൾ 18% നികുതിയുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏതൊരു വിഷയങ്ങൾ നടത്തുമ്പോഴും നമുക്കെന്തുണ്ടാവും? നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, GST കൗൺസിലിലെ ചർച്ചയിൽ പലപ്പോഴും എന്ത് സംഭവിച്ചിരുന്നത്? നികുതി എവിടെ വേണം, ഏത് ഗ്രൂപ്പിൽ വേണം, എത്ര കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നു. ഇപ്പം നേരത്തെ തന്നെ GST വരുന്നതിന് മുമ്പ് നമുക്കറിയാം സിം കാർഡ്. അപ്പോൾ സിം കാർഡിനെ കുറിച്ചൊരു തർക്കം വന്നു. കാരണം എന്താണ്? ഈ സിം കാർഡ് ഏത് സർവീസ് ടാക്സ് ആണോ അല്ല ഇത് ചരക്ക് ഇതിൽ വരുന്നതാണോ എന്നുള്ളൊരു വിഷയം വന്നു. അപ്പം അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു ഏകീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുപോവാണ്. സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല കേന്ദ്രത്തിന് നഷ്ടമുണ്ടാകും. ആ നഷ്ടങ്ങൾ നമ്മുടെ ഒരു ടാക്സിൻ്റെ വോളിയം പിന്നെ കൺസംഷൻ കൂട്ടുന്നതോടുകൂടി നമുക്ക് സ്വാഭാവികമായി ഇതിനെ മറികടക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി സാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി